ഇന്ന് ഞാൻ ബീച്ച് സൈഡ് പോയിട്ട് ഒരു മീനിനെ പോലും കിട്ടിയില്ല. എന്താണല്ലേ, എന്താണ് ഒരു മീനിനെ പോലും പിടിക്കാൻ കിട്ടിയില്ല. എത്ര ഞാൻ രാത്രി വരെ നിന്നു, വൈകുന്നേരം വന്നേ. എന്തായാലും ഭയങ്കര ഉറക്കം ക്ഷീണമുണ്ട്. എന്തായാലും വീട്ടിൽ പോയിട്ട് ഉറങ്ങാനുണ്ട്. എന്തായാലും നമുക്ക് ബോട്ട് ഇവിടെ നാളെ രാവിലെ ആയിട്ട് എടുത്ത് കൊണ്ടാവാം. എന്തായാലും ഗൈസ് നമുക്ക് എന്തായാലും നേരെ പോവാം. ഗൈസ് എൻ്റെ ഒരു കാര്യം പറയാൻ പറഞ്ഞു. ഗൈസ് ഇതെന്താണ്? ഇതെന്താണ് തീ പിടിച്ചേ? അയ്യോ, ഈ വണ്ടിയിൽ തീ പിടിച്ചല്ലോ. ഫയർ ഫോഴ്സിനായിട്ട് വിളിച്ചാലോ? അയ്യോ 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 അയ്യോ, എവിടെ എൻ്റെ പേര് ഫുള്ളൊന്ന്. അയ്യോ അയ്യോ. അങ്ങനെ എനിക്കൊരു ശരീരം കിട്ടി. എൻ്റെ പേരാണ് ദ ഗോസ്റ്റ് റൈഡർ. എനിക്കങ്ങനെ ഒരു ശരീരം കിട്ടി. ഉള്ളിലേക്ക് കയറാൻ രാത്രിയും കൊണ്ട് എനിക്ക് എത്രത്തോളം ആൾക്കാരെ കൊല്ലാം പറ്റും അത്രയും ആൾക്കാരെ കൊല്ലാം. തിന്നാൻ ഭയങ്കര വിശപ്പ്. ഇത്രയും നാള് ഞാൻ ആ ബീച്ച് സൈഡിൻ്റെ അവിടെ നിൽക്കായിരുന്നു. എനിക്ക് സൂര്യൻ ഫുള്ള് ക്യാബിന് വെളിച്ചം വരുന്നതിന് മുന്നേ തന്നെ ഫ്രാങ്ക്ലിൻ്റെ വീട്ടിൽ തന്നെ എനിക്ക് പോകണം. അല്ലെങ്കിൽ എനിക്ക് വെളിച്ചം പറ്റില്ല. എനിക്ക് ഇരുട്ടാണ് ഇഷ്ടം. എനിക്ക് കുറേ മനുഷ്യരുടെ ശരീരം വേണം. എല്ലാ ദിവസവും ഞാൻ ഒരാളെയാണ് തിന്നൽ. ഇന്ന് എനിക്ക് കുറേ ആൾക്കാർ വേണം. ഇപ്പോൾ എന്നെ ഒരു മന്ത്രവാദി അടച്ചു പൂട്ടി ആ ബീച്ചിൻ്റെ അവിടെ വെച്ചായിരുന്നു. ഈ ആ പൊട്ടൻ ഫ്രാങ്ക്ലിനാണ് വന്നത്. അങ്ങനെ എനിക്ക് മോചനം കിട്ടിയിരിക്കുന്നു. ഇനി എനിക്ക് സ്വാതന്ത്ര്യം. എന്താണ് ഇനി? ഇവന്മാരൊക്കെ കൊന്ന് തിന്ന് എനിക്ക് കൂടാനില്ല. ഇനി മുതൽ ഞാൻ ഹാപ്പി ആയിരിക്കും. ഇവിടുന്ന് അവഞ്ചേഴ്സൊക്കെ ഓടിയിട്ടാണ് എന്നെ പിടിച്ച് അകത്തിട്ടത്. ഇനി അവന്മാർക്കൊരു രക്ഷയില്ല. അവഞ്ചേഴ്സ് ആവട്ടെ അവന്മാരെല്ലാം ഞാൻ കൊന്നു തീർക്കും. അയ്യോ, ഞാൻ ജസ്റ്റ് ഒന്ന് വീണ്, അതൊന്നും കുഴപ്പമില്ല. എൻ്റെ ഹെൽത്തും കാര്യങ്ങളൊക്കെ ഓണാക്കട്ടെ. ഓക്കെ. അയ്യോ, ഹെൽത്ത് ഓണാക്കണമെങ്കിൽ എന്തോ ഒരു സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞ്. എന്തായാലും നിങ്ങൾക്കാണ് സബ്സ്ക്രൈബറിൻ്റെ ഇത് തന്ന്. നിങ്ങളെന്തായാലും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. അയ്യോ, ഹെൽത്തും കാര്യങ്ങളൊക്കെ ഓണാക്കി തല ഇറങ്ങുന്ന പോലെ ഇത്രയും നാൾ വിശന്നിരിക്കുന്ന എന്നെ പുറത്ത് കൊണ്ടുവന്ന ഫ്രാങ്ക്ലിൻ, എനിക്ക് ഭക്ഷണം വേണം. എൻ്റെ വണ്ടി എടുക്ക്. എൻ്റെ വണ്ടി ഞാൻ വിളിച്ചാൽ വരുന്ന എൻ്റെ സ്വന്തം വണ്ടി, ദ ഗോസ്റ്റ് റൈഡർ. ഞാൻ ഇനി ഈ സിറ്റിയില്ല. ഇനി ദ ഗോസ്റ്റ് റൈഡറിൻ്റെ സിറ്റി, റൈഡറിന് മാത്രമുള്ളൊരു സിറ്റി. ഇനി അവഞ്ചേഴ്സുമില്ല, ഒന്നുമില്ല. എനിക്ക് ഗോസ്റ്റ് റൈഡർ, ദ ഗോസ്റ്റ് റൈഡർ. എൻ്റെ മനുഷ്യനാണ് ഞാനാണ് ദ ഗോസ്റ്റ് റൈഡർ. പ്രേതത്തിൻ്റെ ചികിത്സാൻ്റെ പോലെ. എന്തായാലും എനിക്ക് ദ ഗോസ്റ്റ് റൈഡറിന് ഞാൻ ആകാശത്തുനിന്ന് വന്നതാണ്. ഞാൻ നരകത്തിൽ നിന്ന് വന്നതവനാണ്. എന്നെ പിടിക്കാൻ തന്നെ ആർക്കും പറ്റൂല. മന്ത്രവാദിനൊക്കെ ഞാൻ കൊന്നുകളയുന്നതായിരിക്കും. അയ്യോ, എൻ്റെ വണ്ടി സീനെന്ന്. എൻ്റെ വണ്ടി ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാനേ ആവില്ല. എൻ്റെ വണ്ടി ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വണ്ടിയാണ്. ദ ഗോസ്റ്റ് റൈഡർ എന്ന പേരുള്ള വണ്ടി. ഞാൻ ദ ഗോസ്റ്റ് റൈഡർ എന്ന് എൻ്റെ പേര് വയ്ക്കി, എൻ്റെ വണ്ടീനും പേരാക്കി. എൻ്റെ വണ്ടീനെ തൊട്ട് കളിക്കുന്നവരെയാണ് കൊന്നുകളി. മര്യാദയ്ക്ക് നിൽക്കുന്ന എന്നെയാണ് കൂടി എൻ്റെ ഇതൊക്കെ നോക്കിയത്, എൻ്റെ വണ്ടിയൊക്കെ എടുത്ത് പോയത്. അപ്പോൾ എനിക്ക് ദേഷ്യം കയറി എല്ലാവരെയും കൊല്ലാൻ തുടങ്ങി. അല്ലെങ്കിൽ ഞാൻ നല്ലവനായിരുന്നു. എന്തായാലും എൻ്റെ വണ്ടീനെയും കാര്യങ്ങളൊക്കെ എനിക്ക് വിളിക്കണം. എൻ്റെ വണ്ടി വരുമോ? അങ്ങനെ എൻ്റെ വണ്ടി വന്നിട്ടുണ്ട്.
വിസിലടിച്ചാൽ വരുന്ന എൻ്റെ സ്വന്തം വണ്ടിയാണിത്. എന്തായാലും നമുക്ക് ഈ വണ്ടി കയറി പോവാം. അയ്യോ എൻ്റെ വെളിച്ചമാവാറായി. അയ്യോ ഇപ്പം രാവിലെ എനിക്കിഷ്ടമില്ല. എൻ്റെ വണ്ടി കാര്യങ്ങളൊക്കെ ഇവിടെ പാർക്ക് ചെയ്യട്ടെ. ഫ്രാങ്ക്ലിൻ രാവിലെ എണീക്കുമ്പോൾ ഇങ്ങനെയല്ലായിരിക്കും ഉണ്ടാവുക. അവൻ്റെ രൂപം എനിക്ക് രാത്രിയാകുമ്പോൾ ഞാനാവും. അങ്ങനെയാണ് ഞാനവൻ്റെ മൈൻഡ് കയറി കളിക്കുകയാണ്. ഓനാണ് ഞാനാണോ ഇനി എന്തായാലും ഞാൻ വേഗം കിടക്കട്ടെ. ഓക്കേ ഞാൻ രാവിലെ എണീക്കണം. ഗൈസ് എല്ലാവർക്കും തന്നെ യോത്തിഫിലേക്ക് സ്വാഗതം. ഗൈസ് ഞാൻ രാവിലെ തന്നെ എണീച്ചിട്ടുണ്ട്. ഗൈസ് ഇന്നലെ ഞാനിപ്പോൾ എന്തോ ഒരു സ്വപ്നം കണ്ടേ. ആ സ്വപ്നം എന്നാ വിചാരിച്ചേ. ഇന്നലെ ഞാൻ ബോട്ടിങ്ങിന് എന്താവും ഉറപ്പേനും, പക്ഷേ ഇന്നലെ എന്തോ നടന്നല്ലോ. എന്താണ് ഒരു പിടി കിട്ടുന്നില്ല. ഇന്നലെ ഒരു ബൈക്ക് ആ ബൈക്കിലിരുന്ന് ഞാൻ കണ്ട്. അയ്യോ ഈ ബൈക്കാണ് ഞാൻ ഇന്നലെ കണ്ട ബൈക്ക്. എനിക്കാവില്ല. എന്തായാലും ഓക്കെ. ഈ അവഞ്ചേഴ്സ്, എനിക്ക് എൻ്റെ പേര് ഓർമ്മയുണ്ട്. ദ ഗോസ്റ്റ് റൈഡർ എന്ന പേര്. ഈ അവഞ്ചേഴ്സൊക്കെ ഇവർ പൂട്ടിയെന്നൊക്കെ എൻ്റെ മനസ്സെന്നൊക്കെ പറയുന്നുണ്ട്. എന്താ സംഭവിച്ചൊന്നും ഒരു ഐഡിയ ഇല്ല. എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് മറക്കല്ല. അടുത്തൊരു പാർട്ടായി കാണാം.